വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സമയം 3:30 ആവാൻ വേണ്ടി പോവുകയാണ്. അച്ചുകുട്ടിയെ വിളിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. 2-3 സ്ഥലത്തും കൂടെ പോകണം ഗൈസ്. അതുകൊണ്ടാണ് ഞാനും അമ്മയും കൂടി ഇറങ്ങിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ അച്ഛൻ മാത്രമാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ നമ്മുടെ അച്ചുകുട്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് വരെ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ പോവുകയാണ് ഗൈസ്. അവിടെ എത്തിയപ്പോഴാണ് അടിപൊളി ക്ലൈമാറ്റ് ആയിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. മലയുടെ മുകളിലായിരുന്നു ആ അങ്കിളിൻ്റെ വീടുണ്ടായിരുന്നത്. നമ്മളുടെ ആ വഴിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പോലീസ് സ്റ്റേഷനും പെട്രോൾ പമ്പൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഗൈസ്. കണ്ട കറുത്ത് 2 കടക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് മഴ എന്തായാലും കാണും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അമ്മയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 2 ആഴ്ച കൊണ്ട് അമ്മയുടെ കണ്ണ് ചൊറിച്ചിലും വേദനയൊക്കെയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടൊന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അമ്മയുടെ ഒരു കണ്ണിന് കാഴ്ച കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കണ്ണാടി വെക്കേണ്ടി വരും. പിന്നെ ഒരു മരുന്നും കൂടി തരാമെന്ന് പറഞ്ഞു. രാവിലെ രാത്രി 1 തുള്ളി ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് കറുത്ത കണ്ണാടിയാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. അമ്മ കണ്ണാടി വെക്കുന്നതും ഏത് കണ്ണാടിയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നും ഞാൻ അടുത്ത ഷോർട്സ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കയറിയതിന് ശേഷം നാളെ അച്ചുകുട്ടിക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ പയർ വേണമായിരുന്നു. നമ്മൾ ഈ ഇടയ്ക്ക് വിളവെടുത്ത പയർ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി വേണമായിരുന്നു ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വിളവെടുക്കുന്നതാണ് ഈ പയറുകൾ. കുറ്റിപ്പയറും പിടിപ്പയറൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിലും ഞാൻ ഒരുപാട് പയർ നട്ടിരുന്നു ഗൈസ്. അതൊക്കെ ഇപ്പോൾ കാണാനില്ല. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കൂടി അതിങ്ങനെ അഴുകി പോകാറാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, മഴയൊക്കെ തോന്നിയതിന് ശേഷം അടുത്ത വിത്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചായയും ഇലയപ്പൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അച്ചുകുട്ടിയും അച്ഛനും കൂടി കാറിൻ്റെ അകത്തിരുന്ന് TV കാണുകയാണ്. ഞാനും അമ്മയും നാളത്തേക്ക് ആവശ്യമായ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റിയാൽ മാത്രം മതി. നാളെ രാവിലെ ഈസിയാണ് ഗൈസ്. ഇത് പിന്നെ നമ്മളെ വീട്ടിലെ കുറച്ച് ബോട്ടിൽ പരീക്ഷണങ്ങളാണ്. തക്കാളിയും മുളകും പൊന്നാങ്കണ്ണി ചീരയും ഇങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങൾ ഞാൻ ബോട്ടിലാണ് ചെയ്യാറ്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒതുങ്ങി നിൽക്കുമല്ലോ ഗൈസ്. അപ്പോൾ വെയിൽ വരുമ്പോൾ മുറിയിലെടുത്ത് തൂക്കിയിടാം, അല്ലെങ്കിൽ അകത്തെടുത്ത് വയ്ക്കാമല്ലോ എന്നും പറഞ്ഞാണ് നട്ടത്. പക്ഷെ കൊള്ളാം ഗൈസ്. നമ്മുടെ പച്ചമുളകിലൊക്കെ 2 കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാത്രിത്തെ ഫുഡ് അപ്പവും ഉള്ളിക്കറിയുമാണ് ഗൈസ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.